ഹലോ, ഇന്നത്തെ ഹെയർ കെയറിലേക്ക് സ്വാഗതം. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നന്നായി കഴുകി വെച്ചേക്കണ ഒരു 5 ചെമ്പരത്തിപ്പൂവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വറ്റിയതിന് ശേഷം ഒരു 1/4 ഗ്ലാസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി അത് വറ്റിക്കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുക ആറാനായിട്ട്. അതിന് ശേഷമാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഹെയർ ടോണറായിട്ട്. ഇനി ഞാൻ ഇന്നത്തേക്ക് എടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ള മാത്രം മതി നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെള്ളം എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. കുറച്ചധികം പരിശ്രമത്തിന് ശേഷമാണ് എനിക്ക് വെള്ളം കിട്ടിയത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള അത് നന്നായിട്ട് അടിച്ചെടുക്കണം, ഒരു സ്പൂണൊക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അറിയാമല്ലോ മുട്ടയുടെ വെള്ളയുടെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ കയ്യിലോട്ട് എടുക്കുമ്പോൾ താഴത്തോട്ട് തന്നെ വീണു. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അതോട് തലയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ച് ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കും. അതിന് ശേഷമാണ് ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് നമുക്ക് കാണാം. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ മുടിയൊക്കെ നന്നായിട്ട് ചീവി മുടിയിലുള്ള ജടയൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത് തേച്ച് കഴിയുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാനായിട്ട് എൻ്റെ മുടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് മുടിയാണ്, ഒതുക്കി കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാദാ വെളിച്ചെണ്ണയാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം എത്ര വെളിച്ചെണ്ണ തേക്കണോ അതനുസരിച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾ ഏതെണ്ണയാണോ തലയിൽ തേക്കുന്നത് അതനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഓരോരോ വകച്ചിലായിട്ട് എടുത്തിട്ടാണ് ഈ മുട്ടയുടെ വെള്ളം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ വകച്ചിലായിട്ട് എടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് മുട്ടയുടെ വെള്ളം സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനിതൊരു പരീക്ഷണമായിട്ട് ചെയ്യണതാണെന്ന്. എൻ്റെ മുടി വളരുമോ ഇല്ലയെന്ന് അറിയാനുള്ള ഒരു പരീക്ഷണം, ഒരാഗ്രഹം, അതിലുപരി വലിയൊരു ആഗ്രഹമാണ് മുടി വളർത്തണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാനും ഓരോ വീഡിയോകൾ ഇഷ്ടം പോലെ ഞാനും കാണാറുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഓരോരുത്തർ പറയുന്നതാണ്, ഞാൻ ഇന്നത് പരട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ മുടി വളർന്നത് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വളർന്ന മുടി കാണിച്ചിട്ടാണ് ഇത് പറയണത്. അപ്പോൾ ഞാനോർത്തു ഒരു വളരാത്ത മുടിയിൽ ഒരു പരീക്ഷണം നടത്തി നിങ്ങളിവിടെ കാണിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യുന്ന കാര്യവും ഒക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷണമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം മുട്ടയുടെ വെള്ളം അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാനിവിടെ ചെയ്യുകയാണ്. മുട്ടയുടെ വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് തലയോട്ടിയിൽ മൊത്തം, നമ്മൾ എന്തും ചെയ്യേണ്ടത് തലയോട്ടിയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തലയോട്ടിയിൽ മൊത്തത്തിൽ മുട്ടയുടെ വെള്ളമൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് 20 മിനിറ്റിന് ശേഷം തല വാഷ് ചെയ്യും. പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചെമ്പരത്തിയുടെ ആ ടോണർ ഉണ്ടല്ലോ, അത് കുളി കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഉണങ്ങണതിന് മുമ്പായിട്ട് ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതും കൂടെ അപ്ലൈ ചെയ്ത് പിന്നെ കഴുകി കളയില്ല. അതാണ് ഇന്നത്തെ എൻ്റെ ഹെയർ കെയർ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നാളെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.